കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിന്റെ സീറ്റു ചർച്ചകൾ എങ്ങും എത്തിയില്ല. KPCC അധ്യക്ഷൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. സിറ്റിംഗ് MPമാരായ ഹൈബി ഈഡനും അടൂർ പ്രകാശിനും വേണ്ടി മണ്ഡലങ്ങളിൽ ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പ്രചാരണം തുടങ്ങിയ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനൊരുങ്ങുന്നത്. നാളെ രാവിലെ 11 മണിക്ക് PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഫ്രാൻസിസ് ജോർജിന് തന്നെയാണ് സാധ്യത. മറ്റു പേരുകൾ ചർച്ചയായെങ്കിലും കോൺഗ്രസിനും താൽപര്യം ഫ്രാൻസിസ് ജോർജിനോട് തന്നെ. അതേസമയം മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ വൈകുകയാണ്. ഡൽഹിയിലുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ തിരിച്ചെത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ലീഗ് നേതാക്കൾ അവരുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും. അവർ തിരിച്ചു വന്നാൽ ഉടനെ ചർച്ച ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും. 3ാം സീറ്റെന്ന ലീഗിന്റെ ആവശ്യത്തിൽ UDFൽ ഗൗരവത്തോടെ ചർച്ച നടക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു. അതിൽ വാദപ്രതിവാദം നടത്താനൊന്നുമില്ല. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് വരികയാണ്. സീരിയസ് ആയിട്ടുള്ള ടോക്കാണ് ഇതിനകം നടന്നത്. KPCC അധ്യക്ഷൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് സിറ്റിംഗ് MPമാരായ ഹൈബി ഈഡനും അടൂർ പ്രകാശിനുമായി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിലെ മെട്രോ പില്ലറുകളിലാണ് ഹൈബി ഈഡൻ ആശംസകളുമായി ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനായി ചുവരെഴുത്തും സജീവമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം.